ഇങ്ങനെയാണ് നമ്മൾ സാരീസ് റെഡിയാക്കുന്നത്. അതായത് നമ്മൾ ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് നമ്മൾ ഫാബ്രിക് നമ്മൾ ഡൈ ചെയ്ത് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് കംപ്ലീറ്റ്ലി റണ്ണിങ് വലിയ റോളായിട്ടാണ് വരുന്നത്. അതിന് ഞങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ടാസിൽസിന് വേണ്ടി വിടുന്നത്. ചിലത് നമ്മൾ പ്രൈസ് റേഞ്ച് കുറഞ്ഞ സാധനങ്ങൾക്ക് ടാസിൽസിന് വേണ്ടി വിടാറില്ല, അതിന് ഒരു ഇരട്ടി വർക്ക് വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത്. ഇതുപോലെ നമ്മൾ സാരീസ് ഇങ്ങനെ കട്ട് ചെയ്താണ് ഡിജിറ്റൽ പ്രിന്റ് സാരീസ് എടുത്തത്. ഇത് മടക്കി, ഇതാണ് ഇതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിടുന്നത് തന്നെ കേട്ടോ. കാരണം നിങ്ങളപ്പോ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് എങ്ങനെയാണ് ഈ വീഡിയോ ഇങ്ങനെ വരുന്നത് എന്നുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ ഫാബ്രിക്സ് കൊണ്ടുവരുന്നത് കണ്ടോ. ഇത് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇതിലിങ്ങനെ സാരി ഒരേ കളറിലെ സാരീസ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിനെ കട്ട് ചെയ്ത് 5.5 മീറ്ററും 60 സെന്റിമീറ്ററിന്റെ ബ്ലൗസും ആക്കി എടുക്കും. ഇത് നമ്മുടെ സാരീസ് ആണ്. അതായത് നിറാണി പട്ടിന്റെ സാരീസ് ആണ്. നമ്മൾ ഇന്നലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്കപ്പോ നല്ല അടിപൊളി സാരി കളക്ഷൻസ് കാണണ്ടേ? വായോ.